ഹലോ, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഫാമിലി ആയിട്ടൊന്ന് ട്രിപ്പ് പോയതായിരുന്നു. ഇപ്പോൾ ഞങ്ങളുള്ളത് കക്കാടംപൊയിലാണ്. അപ്പോൾ അവിടേക്ക് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടക്കുകയും വീഡിയോ എടുക്കുകയും കൂടി ഒപ്പരം നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം അത്രയും കഷ്ടപ്പാടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയോ കയറിയപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് വെയിലൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം പെട്ടെന്ന് മഴക്കാരൊക്കെ കൂടി ഇങ്ങനെ മഴ പൊടിഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ ഓടി താഴോട്ട് പോയി. പക്ഷെ താഴോട്ട് പോയി നോക്കുമ്പം പിന്നെയും വെയിലായി. അങ്ങനെയായിരുന്നു സത്യത്തിൽ അന്നത്തെ അവസ്ഥ. ഞങ്ങൾ കയറിയിട്ടുള്ള കുരിശുമലയാണ്. അപ്പോൾ അതൊക്കെ കയറി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ട് മഴ വരുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം താഴോട്ട് പോയി. മഴ പെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ തുള്ളിയായിട്ട് കുറച്ച് പെയ്യുന്നുള്ളതിനും. അപ്പം തന്നെ ഞങ്ങൾ താഴോട്ട് പോയി. പിന്നെ ഞങ്ങൾ ജീപ്പിൽ തന്നെയാണ് തിരിച്ച് അങ്ങോട്ട് പോയത്. ഇവിടുന്ന് നേരെ ഞങ്ങൾ റിസോർട്ടിലേക്കാണ് പോയത്. അങ്ങോട്ടേക്ക് ഞങ്ങൾ ആക്ച്വലി പൊതിച്ചോറൊക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷേ തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ അടുത്ത റൂമൊക്കെ ഒന്ന് നോക്കി. എനിക്ക് ആക്ച്വലി ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബാത്റൂമാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ താഴോട്ട് പോകുന്നത്, എന്നിട്ടാണ് അവിടെ ബാത്റൂം വരുന്നത്. അതെനിക്ക് ശരിക്കും ഇഷ്ടമായി. പിന്നെ ആണെങ്കിൽ ഷവർ ഏരിയ വേറെ, ബേസിൻ വേറെ, അങ്ങനെ കുറേ പാർട്ടീഷൻ ചെയ്തിങ്ങനെയായിരുന്നു. പിന്നെ അത്യാവശ്യം സ്പേഷ്യസുമാണ്. പിന്നെ ഇവിടെ വരുന്നത് 3 ബെഡ്റൂമാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ബെഡ്റൂമിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇത്. 2 ടോപ്പിലും 1 താഴത്തുമായിട്ടാണുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ പിന്നെ ബാൽക്കണി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായി. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നേരെ വരുന്നത് പൂൾ ഏരിയയിലേക്കാണ്. പിന്നെ ഈ ഒരു റിസോർട്ട് മൊത്തത്തിൽ ചെറിയ ചെറിയ വില്ലകളായിട്ടാണുള്ളത്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന 3 ബെഡ്റൂമുള്ള വില്ലയാണ്. പിന്നെ ഒരു നല്ല പ്രൈവറ്റ് പൂളും ഉണ്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ പൂളിലൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ പൂളിൽ നിന്നൊക്കെ കയറി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന്. അതൊക്കെ കഴിഞ്ഞേരം ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയാലും ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നൈറ്റ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിന് ഗ്രിൽ ചിക്കനും പൊറാട്ടയും. നമുക്ക് ഫാമിലി ആയിട്ടൊന്ന് ഒത്തുകൂടണം അങ്ങനെയൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. ഞങ്ങൾ തോനെ പേരൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് പിറ്റേന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തോണിക്കടവാണ്. അപ്പോൾ അവിടെയും കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.